വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എനിക്കൊക്കെ ഹജ്ജിന് കഴിയുമോ എന്ന് ചിന്തിക്കുന്നതിനു പകരം ഇൻഷാ അല്ലാഹ് എനിക്കും ഹജ്ജ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുകയും അങ്ങേയറ്റം കൊതിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ദിവസവും നിർവഹിക്കേണ്ട ആരാധനയാണ് നമസ്കാരമെങ്കിൽ വർഷത്തിലൊരിക്കൽ നിർബന്ധമായും നിർവഹിക്കേണ്ടുന്ന ആരാധനകളാണ് നോമ്പും സക്കാത്തുമെങ്കിൽ ജീവിതത്തിൽ ഒരിക്കൽ നിർബന്ധമായും നിർവഹിക്കേണ്ടുന്ന കർമ്മമാണ് ഹജ്ജ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇസ്ലാം നിലകൊള്ളുന്നത് തന്നെ 5 സ്തംഭങ്ങളിലാണ്. അതിൽ 1 ഷഹാദത്ത് കലിമയും, 2 നമസ്കാരവും, 3 സക്കാത്തും, 4 നോമ്പും, 5 ഹജ്ജുമാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സഹോദരങ്ങളെ, എത്രത്തോളം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ അറാദൽ ഹജ്ജ ഫൽയുഅജ്ജിൽ, ആരെങ്കിലും ഹജ്ജിന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് വേഗത്തിലാക്കിക്കൊള്ളുക, നീട്ടിവെക്കാതെ കഴിയുന്ന മുറയിൽ വേഗത്തിൽ ആദ്യത്തിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. മാത്രവുമല്ല, ചില വചനങ്ങളിൽ നമുക്ക് കാണാം, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ്, തഅജ്ജലു ഇലൽ ഹജ്ജി യഅനി അൽ ഫരീള, നിങ്ങൾക്ക് നിർബന്ധമായും ചെയ്യാനുള്ള ഹജ്ജിന് നിങ്ങൾ ധൃതി കാണിക്കുക തന്നെ ചെയ്യണം. വേഗത്തിൽ അവസരം കിട്ടാൻ വേണ്ടി നിങ്ങൾ പരിശ്രമിക്കണം. കാരണം പിന്നീട് എന്തെങ്കിലും പ്രതിബന്ധങ്ങൾ, തടസ്സങ്ങൾ അവന് നേരിടുമോ എന്നറിയില്ലല്ലോ. സഹോദരങ്ങളെ, അതിനുള്ള കഴിവുള്ള, ബിൽഡിങ്ങുകളുള്ള, കച്ചവടങ്ങളും ബിസിനസ്സും ഒക്കെ വിജയിച്ചിട്ടുള്ള, പാടവും പറമ്പുമുള്ള, പണ്ടവും പണവുമുള്ള, എല്ലാ സൗകര്യമുള്ള ആളുകൾ പിന്നീടാകാം എന്ന് നീട്ടിവെക്കുന്നതിൽ ഒരു കാര്യവുമില്ല എന്നാണ് ഈ വചനങ്ങളൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. എത്രത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഹദീസുകളിൽ നമുക്ക് കാണാം. ഇന്നല്ലാഹ തആല യഖൂൽ, അല്ലാഹു പറഞ്ഞിരിക്കുന്നു, ഇന്ന അബ്ദൻ, ഏതെങ്കിലും ഒരു അടിമ, അസ്ഹഖ്തു ലഹു ജിസ്മ, അവന് ശരീരത്തിന് ഞാൻ ആരോഗ്യം കൊടുത്തു, വവസ്സഅതു ലഹു ഫീ മഈശതിഹി, അവന്റെ ജീവിതത്തിൽ ഞാൻ സൗകര്യങ്ങളും വിശാലതയും കൊടുത്തു, തംലി അലൈഹി 5 അഅ്വാം, എന്നിട്ട് അവനിൽ 5 വർഷങ്ങൾ കഴിഞ്ഞു പോകുന്നു, ലാ യഫിദു ഇലയ്യ, എന്നിലേക്ക് ഹജ്ജിന് വരാതെ 5 വർഷങ്ങൾ കഴിഞ്ഞു പോകുന്നുവെങ്കിൽ ലമഹ്റൂം, അവൻ നന്മയിൽ നിന്ന് തടയപ്പെട്ടവൻ തന്നെയാണ്, അവൻ ഒരുപാട് നന്മക്ക് അവസരം നഷ്ടപ്പെടുത്തിയവനാണ് എന്ന് പോലും അള്ളാഹു പറഞ്ഞതായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് അവസരങ്ങൾ എപ്പോഴും കിട്ടിക്കൊള്ളണമെന്നില്ല. എന്നാൽ അവസരത്തിനു വേണ്ടി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി നമ്മൾ പലതും സ്വരൂപിക്കുന്നത് പോലെ, പല കാര്യങ്ങൾക്കും വേണ്ടി നമ്മുടെ സമ്പത്ത് തങ്കരിച്ചു വെക്കുന്നത് പോലെ, ഇൻഷാ അല്ലാഹ് എനിക്ക് ഹജ്ജിന് പോകാനുള്ളത് ഞാൻ ഒരുക്കുന്നു എന്ന രൂപത്തിലേക്ക് ഒരുങ്ങാൻ സഹോദരങ്ങളെ നമ്മൾ ഓരോരുത്തർക്കും സാധിക്കണം. അതിന് അല്ലാഹു തൗഫീഖ് നൽകട്ടെ.